അമ്മാ ഖബ്ലഹു വത്ഇന് മുമ്പ് ഫലാ ഇദ്ദത. വത്ഇന് മുമ്പ് എന്ന് പറഞ്ഞാല് വത്തുവും പട്ട് ഇസ്തിദ്ഖാലിൽ മനിയും പട്ട്. അത് നിരവധി സ്ഥലത്ത് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചുരുക്കിയതാണ്. പക്ഷേ ഇസ്തിദ്ഖാലിൽ മനിയ് നാദിറാണ്, വത്ആണ് ആദി. അമ്മാ ഖബ്ലഹു എന്ന് പറഞ്ഞാൽ അമ്മാ ഖബ്ലൽ വത്ഇ വൽ ഇസ്തിദ്ഖാലി, കാരണം വയുൽഹഖു എന്ന് പറയുന്നുണ്ട്. ഫലാ ഇദ്ദത, തലാഖ് ചൊല്ലി പിരിഞ്ഞാൽ ഇദ്ദ വേണോ? വേണ്ട. അതെ, വേണ്ടാത്തതെന്തേ? ഖുർആൻ ആയത്തിന് വേണ്ടി ഖുർആനിൽ തിളങ്ങി പറഞ്ഞിട്ടുണ്ട്. അഹ്സാബ് 49. ഇദാ നകഹതുൽ മുഅ്മിനാതി സുമ്മ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബലി അൻ തമസ്സൂഹുന്ന ഫമാ ലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹാ. അഹ്സാബ് 49. നിങ്ങൾ മുഅ്മിനീങ്ങളെ നിക്കാഹ് ചെയ്തു, പിന്നെ തലാഖ് ചൊല്ലി, മിൻ ഖബലി അൻ തമസ്സൂഹുന്ന, സംയോഗം ചെയ്യുന്നതിന് മുമ്പ് എങ്കിൽ ഫമാലക്കും നിങ്ങൾക്കില്ല, അലൈഹിന്ന അവരുടെ വകയായി, മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹ. സൂറത്തുൽ അഹ്സാബ് 49. സൂറത്തുൽ അഹ്സാബ് കസൗജത്തി മജ്ബൂബിൻ, ദക്കർ മുറിക്കപ്പെട്ടവന്റെ ഭാര്യയെ പോലെ. ദക്കർ മുറിക്കപ്പെട്ടവനാണെങ്കിൽ അവന്റെ ഭാര്യ ഇരിക്കണം. ലം തസ്തദ്ഖിൽ മനിയഹു, അവള് കുത്തിക്കയറ്റിയിട്ടുമില്ല. മനിയഹു എന്ന് പറഞ്ഞാൽ കുത്തിക്കയറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വേണം. അവലിൽ ഫസലിൽ അത് പറയുന്നുണ്ട്. ഐ ഒലിമതാലിക്കാൻ, കയറ്റിനോ ഇല്ലയോ എന്നല്ല, കയറ്റിയതായി അറിവില്ല എന്നല്ല. ഐ ഒലിമതാലിക്കാൻ അമ്മാലൗലം യൗലം അതും ഇസ്തിദ്ഖാലി, കയറ്റിനോ ഇല്ലയോ എന്നറിയൂല, എന്നാൽ നസബ് ചേരും, ഇദ്ദ വേണം എന്ന് തന്നെയാണ്. മിമ്മാ യഅതി ലിസാനി ഫി അവലിൽ ഫസലിൽ ആതി മിൻ ഖൗലിഹി, അത് 239 പ്രത്യേക നസാബി പറയുന്നുണ്ട്. ലം തസ്തദ്ഖിൽ മനിയഹു എന്നത് കൊണ്ടുള്ള മുറാദ് എങ്ങനെയാ? ഐ ഉലിമ അന്നഹു ലം തസ്തദ്ഖിൽ മനിയഹു, എന്താണ് അവള് മനിയ കയറ്റിയിട്ടില്ല എന്ന ഉറപ്പും ഉണ്ട്. കയറ്റി എന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇത് ചേരുവല്ല. കയറ്റിനോ ഇല്ലയോ എന്ന് സംശയിച്ചെടുത്തു, എന്താവും? അത് 239 അതാണ് ശർവാനിയിലെ ലാറ്റത. കമായോലെ മൂമിമായോത്തി ലിസാനി ഫി അവലിൽ ഫസലിൽ ആതി 239 തെളിയിച്ചു പറയുന്നുണ്ട്. എന്ത്? ഉറപ്പുണ്ടെങ്കിലാണ്, കയറ്റിയിട്ടില്ല എന്നുള്ള യഖീനാവണം. അദമുൽ ഇസ്തിദ്ഖാലി മുതയഖിനാകണം. ലം തസ്തദ്ഖിൽ മനിയഹു എന്ന് പറഞ്ഞാൽ മനി കയറ്റിയതായി അറിയുന്നില്ല എന്നല്ല. മനി കയറ്റിയതായിട്ട് അറിയുമെങ്കിൽ ഇദ്ദ ചേരും, അല്ല കുട്ടി ചേരും, ഇദ്ദ ഇരിക്കണം. ഒന്നും അറിയില്ലെങ്കിൽ ഇദ്ദ ഇരിക്കണം. മനി കയറ്റിയിട്ടുണ്ടാവാം, മനി കയറ്റിയിട്ടില്ല എന്ന് അതിനൊരു യഖീൻ ഉണ്ടെങ്കിലാണ് ആ പറഞ്ഞത്. മംസൂഹിൻ ദക്കറും ഉൻസയൈനി, നീക്കപ്പെട്ടവന്റെ ഭാര്യയെ പോലെയും. അവരൊന്നും ഇദ്ദയിരിക്കേണ്ട ആവശ്യമില്ല. മുത്ലഖൻ, എന്താണ് അവിടെ പിന്നെ ഒരു ചെയ്തും കൊടുക്കണം. ഇസ്തിദ്ഖാൽ നോക്കണ്ടെന്നാണ് കിട്ടും. ഇസ്തിദ്ഖാലത്ത് മനിയഹു ഔലാന്നാണ്. പക്ഷേ വഫാത്തിന്റെ ഇദ്ദയിൽ പറയുന്നതുമായി കൂട്ടിയടിക്കും. ഇതഅദുരി ഇൻസാലിഹി എന്നാണ്. ഇസ്തിദ്ഖാലത്ത് മാഹു ഔലാന്നാ കിട്ടലി. ഈ പറഞ്ഞ കണക്കിന് മുത്ലഖൻ മജ്ബൂബിനെക്കാണിയും കൂടുതലായി തള്ളി പറഞ്ഞു. ആരെ? മംസൂഹിനെ. മജ്ബൂബ് ആകുമ്പോൾ ദക്കറയിലെ നീക്കപ്പെട്ടിട്ടുള്ളൂ. മംസൂഹാകുമ്പോൾ എന്തായിട്ടുണ്ട്? ദക്കറും ഉൻസയൈനി എന്താക്കിയിട്ടുണ്ട്? നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇവർ ഇദ്ദയിരിക്കണ്ടെന്ന് പറയാൻ കാരണം? വലതിനെ ഇവനിലേക്ക് ചേർക്കാനുള്ള സാഹചര്യമുണ്ടോ?
ഔ ബഅദ ഇസ്തിദ്ഖാലി മനിയി. അപ്പം മത്തിന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നിക്കിൽ എന്ത് വേണം? ഒന്നിക്കിൽ വത്ത്, അല്ലെങ്കിൽ ബഅദ ഇസ്തിദ്ഖാലി മനിയി. എന്താ മനിയിനെ ഔ ബഅദ ഇസ്തിദ്ഖാലി മനിയി, അവന്റെ മനിയിനെ ആര് കടത്തിയ ശേഷം, അവൾ കടത്തിയ ശേഷം. അപ്പൊ എന്ത് വേണം? ഇതിനെപ്പറ്റി ശരിയായ പരാമർശം 7:303, 304 ഇസ്തിദ്ഖാലിൽ മനിയിന്റെ ചരിത്രം. ഇസ്തിദ്ഖാലി മനിയിഹി 7:304, 303, 304 നോക്കേണ്ടത് കേട്ടാ. ഐ സൗജി, സൗജിന്റെ മനിയ്, അൽ മുഹ്തറമി, മുഹ്തറമായ മനിയ്, ശറയിൽ വില കൽപ്പിക്കപ്പെടുന്ന മനിയാവണം, ജിനിയാകാൻ പാടില്ല. എപ്പോഴെല്ലാം ഇഹ്തിറാം വേണം? വഖ്ത ഇൻസാലിഹി വസ്തിദ്ഖാലിഹി. എനിക്ക് കുട്ടി ചേരണ്ടിക്കലും ഇരിക്കണ്ടിക്കലും ഇസ്ലാമിൽ പവിത്രത കൽപ്പിക്കണ്ടിക്കലും എന്ത് വേണം? വഖ്ത ഇൻസാലിഹി വഖ്ത ഇസ്തിദ്ഖാലിഹി. മുഹ്തറം, ഹറാമിനെ തൊട്ട് കാലിയാവണം ഏത് സമയത്തും, ഏത് സമയത്തും. നിഹായ കഠിന വിരോധമാണ് പുലർത്തുന്നത്. ഇൻസാലിന്റെ നേരത്ത് നേരാവണ്ണം ആയാ മതി. ഇസ്തിദ്ഖാല് കുറ്റകരമായിട്ട് ആയാലും ഇരിക്കണം, കുട്ടി ചേരും. നിഹായന്റെ വാദം, നിഹായ എതിർപ്പുണ്ട് ആ വിഷയത്തിൽ. ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞതാണ്, ജുംഹൂർ അംഗീകരിച്ചത്. എന്ത്? ഇൻസാലിന്റെ നേരത്തും കുറ്റത്തെ തൊട്ട് ഹറാമാകണം. കുറ്റകരമായ ഒരു ഇൻസാലാണ് ആ മനിയെ വ്യക്തവറാവില്ല. കടത്തിയതും എന്താവണം? ഹലാലായ സ്ഥലത്താവണം, കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്ന സ്ഥലത്താകണം. എന്താകുന്നത്? ഇബ്നു ഹജർ കയ്യിൽ കൊടുത്ത് നോക്ക്. വഖ്ത ഇൻസാലിഹി വസ്തിദ്ഖാലിഹി. എന്താണ്? അപ്പോ ഒരിക്കൽ ഇൻസാല് നേർക്ക് തന്നെയാണ്, ഹലാല രൂപത്തിൽ തന്നെയാണ് ഇൻസാൽ. ഹറാമായ രൂപം വന്നത്. എന്നാ കുട്ടി ഇവനിലേക്ക് ചേരോ? വ്യഭിചാരപുത്രനാവും, ഇരിക്കേണ്ടതുമില്ല. അല്ലെങ്കിൽ ഇൻസാല് കുറ്റകരമാണ്, ഇസ്തിദ്ഖാല് നേരെയായിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? ന്യായ പറഞ്ഞതനുസരിച്ച് ഏതേ നോക്കേണ്ടതും, ഇൻസാലയെ നോക്കേണ്ടതുള്ളൂ, ഏത് വേണ്ട. അപ്പോ ഇന്ന് നിയമമെടുത്തിട്ട് സൂക്ഷിക്കുന്നതിലെല്ലാം ആ പ്രശ്നം വരും. എടുത്തതും ഹലാലായ രൂപത്തിലാണോ, കയറ്റിയതും ഹലാലായ രൂപത്തിലാണോ, രണ്ടും നോക്കേണ്ടി വരും. ഇസ്തിദ്ഖാലി മനിയി, മനി പുറത്തു വരുന്നിടത്ത് വേറെ ഏതെല്ലാം വഴിയിൽ കൂടി മനിയ് പുറത്തു വന്നാൽ എന്താകും എന്ന ഒരു ചോദ്യോത്തരം ഇബ്നു ഖാസിമിലതാ. ഇബ്നു ഖാസിം 5-ാമത്തെ വരിയിൽ മിൻ തരീഖിൽ മുഅ്താദി വഗൈരിഹി, മുഅ്താദായ വഴിയിൽ കൂടി മനിയ് ഇറങ്ങിയാലാണോ, കുറ്റമുണ്ടോ ഇല്ലയോ എന്ന് മാത്രമല്ല, മുഅ്താദായ വഴിയാകണോ വേണ്ടിയോ, അത് മാനസുഹു. അത് 263, 264 ബയാനാക്കിയിട്ടുണ്ട്. വീണ്ടും പ്രകാരം അവിടെ നോക്കിയാലേ കിട്ടുന്നു. ബ്ലീഡിംഗ് ആയിട്ട് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കലുണ്ടല്ലോ, അത് പുറപ്പെടോ ഇല്ലയോ, അത് കുടിയുടെ ഭാവിൽ അത് സമർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ നിയമങ്ങൾ. തഖദ്ദമ ഫീ ബാബിൽ ഗുസ്ലി ബിഖുറൂജി മനിയ്യിൻ മിൻ തരീഖിൽ മുഅ്താദി വഗൈരിഹി. അവിടെ ശാരി പറഞ്ഞിട്ടുണ്ട് വഗൈരിഹി എന്ന് പറഞ്ഞു. ഇനി ഇസ്തഹകമ, അത് ഭദ്രമാണെങ്കിൽ, അതൊരു മറവിന് വേണ്ടി പുറപ്പെട്ടതല്ലെങ്കിൽ, കേട്ടാ നല്ല ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. മനിയെ പുറത്തേക്ക് വീഴുന്ന സമയത്തും കയറ്റുന്ന നേരത്തും എന്താകണം? ഹറാമിനെ തൊട്ട് മലവുമനിയ മജ്ബൂബിൻ എന്നാണ് പറയുന്നത്. ഈ ഇസ്തിദ്ഖാലുൽ മനിയ് ആരുടേത് നടത്തിയാലും ശരി, ഇസ്തിദ്ഖാലുൽ മനിയ് മജ്ബൂബിൻ്റെത് പരിഗണിച്ചിട്ടുണ്ട്. കണ്ടാ, യന്നഹു
ഇസ്തിദ്ഖാലുൽ മനിയാണ് അഖ്റബു ലിലുലൂഖി, ഗർഭം ധരിക്കുന്നതിലേക്ക് അഖ്റബ് പറഞ്ഞതിനെ എന്തിനേക്കാൾ മിൻ മുജറദി ഈലാജി, വെറും ഈലാജിനേക്കാണ്. വെറും ഈലാജിന്റെ അടുത്ത് പോലും വിദ്യയിരിക്കാൻ പറഞ്ഞില്ലേ, അതിനേക്കാണ് ഗുണകരമല്ലേ ഇസ്തിദ്ഖാൽ. മുജറദുൽ ഈലാജി, ഫായിദ ഇല്ലാതെ ഈലാജി. ഖുതിയ ഫീഹി ബിഅദമിൽ ഇൻസാൻ, എങ്ങനെയുള്ള ഈലാജാണ് ഖുതിയ ഫീഹി, എന്ത് ഇൻസാലേ ഇല്ല, ഇതുപോലെ കുട്ടീന്റെ ഈലാജ് പോലെ. എന്നിട്ട് പോലെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലേ, അതിനേക്കാണ് മെച്ചമല്ലേ. ഇന്ന് മനി തന്നെ കയറ്റലി, ഇപ്പൊ മനി കയറ്റലല്ലേ എടുത്ത് ശരിയായ റിസൾട്ട്. ഇവർ ചോദിക്കുന്നത് ഇതൊക്കെ മുറിക്കപ്പെട്ടില്ലേ എന്ന്. അപ്പൊ എന്ത് പത്തുക നടക്കരുത്, ഇസ്തിദ്ഖാൽ എന്തിന് കണക്കൂട്ടി എന്നാ പറയുന്നത്. ഇസ്തിദ്ഖാലാണ് വിലപ്പെട്ടത് ഉലൂഖിന്, എന്തിനേക്കാൾ ഈലാജി, വെറും ദക്കർ കടത്തുന്നതിനേക്കാൾ. ഇങ്ങനെയുള്ള മുജറദുൽ ഈലാജി ഇൻസാലില്ല എന്ന് യഖീൻ വന്നതായ രൂപത്തിൽ. ഏതാ കുട്ടിന്റെ, എന്നിട്ട് പോലും എന്താ വേണ്ടി വന്നു അല്ലേ. പിന്നെ ഇസ്തിദ്ഖാൽ കൊണ്ട് കുട്ടി ജനിക്കൂല പോലും, അത് ഒരു കാര്യമാക്കിയിട്ട് എടുത്തുകൂടാ, ഇനി ഇത വേണ്ട എന്നല്ലോ. ആര് പറഞ്ഞു? സയൻസുകാർ പറഞ്ഞതോ. മനി പുറത്തേക്ക് എടുത്താലേ അത് പോയി പോലും. പിന്നെ അവന്റെ തക്കർ കൊണ്ട് തന്നെ കാരണം പോലും കുത്തിക്കയറ്റിയാ ഫലിക്കൂല. അന്തരീക്ഷം യുഫ്സിദു ഫലാ യഅതി മിൻഹു വലദുൻ, അതുകൊണ്ട് എന്തും വേണ്ട, എന്തും വേണ്ട, ഇതയും വേണ്ട, സൗകര്യപ്പെടൂല. വലത് ഫലാ യഅതി മിൻഹു വലദുൻ, മനി എടുത്തിട്ട് പെണ്ണിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇനി ഫലിക്കൂല പോലും, അത് സ്പോട്ട് തെറ്റിപ്പോയി പോലും. അതുകൊണ്ട് അന്നുള്ള സയൻസ് പറഞ്ഞതാണ്. ഡയറക്റ്റ് ആയിട്ട് തുഫത്ത് കയറിയെങ്കിൽ അതിൽ കുട്ടി ജനിക്കുള്ളൂ. അന്തരീക്ഷത്തിൽ നിന്ന് കാറ്റ് തട്ടിയിട്ട് തയ്പോകും പോലും, ഇതിന്റെ ഫായ്ദ പോയി പോകും പോലും, പിന്നെ തുപ്പ് നീർ പോലെയാകും പോലും. ഏത് അതുകൊണ്ട് ഇവരെന്താ സമർത്ഥിക്കുന്നു, ഗർഭം ധരിക്കാനുള്ള കഴിവില്ല പോലും, തുഫത്ത് എടുത്തിട്ട് വെച്ചാൽ. അതുകൊണ്ട് എന്താ വേണ്ട, കുട്ടി ചെയ്യൂലല്ലോ. അത് നന്നൻ, അത് ലായിനാഫിൽ ഇംകാന, സാധ്യത ഉണ്ടല്ലോ, കുട്ടി ഇതിലൂടെയും ജനിക്കാലോ. ഇന്നത്തെ കാലത്ത് പിന്നെ സാധ്യത മാത്രമല്ല, അതുകൊണ്ട് ഇസ്തിദ്ഖാൽ കൊണ്ട് മനി ചേരും എന്ന് തന്നെയാണല്ലോ മസല. അമ്മാ ഗൈറുൽ മുഹ്തറമി ഇൻദ ഇൻസാലി, അത് മുത്തഫഖുൻ അലൈഹി ആയ കാര്യം. മറ്റേത് കൂടെ പറയണമായിരുന്നു, അത് പറഞ്ഞു കാണുന്നില്ല. ഇസാലി ഏതേ പറയുന്നുള്ളൂ, മുഹ്തറമല്ലാത്തത്. എപ്പോൾ മുഹ്തറമല്ല? ഇൻസാലിന്റെ സമയത്ത് മുഹ്തറമല്ല. ഇനി അതിന്റെ കൂടെ ഏതും പറയണമായിരുന്നു. അമ്മാ ഗൈറുൽ മുഹ്തറമി ഇൻദ ഇൻസാലി, ഇൻസാലിന്റെ നേരത്ത് മുഹ്തറമായിട്ടേ ഇല്ല പോലും. സിനയിൽ കൂടി മനിയെടുത്ത് അത് അകത്ത് കടത്തി. ആര് അകത്ത് കടത്തിയത്? അവകാശത്തോടെയാണ്. ഇസ്തിദ്ഖാലിൽ തെറ്റുണ്ടായി ഇവന്റെ മനിയെ, പക്ഷെ എടുത്തത് എങ്ങനെ മനിയെ? ഇനി ചോദിക്കുന്നത് ഇസ്തിംനാ നടത്തിയ മസാല ഇടയിൽ ഒന്ന് സംസാരിക്കാൻ. ഇസ്തിംനാ നടത്തി, ഗതി കെട്ടിട്ടോ ഗതി കെടാട്ടോ, അങ്ങനെ കിട്ടിയാലും കുഞ്ഞി ചേരോ. ഇസ്തിദ്ഖാല് മനിയെ ഇവൻ നടത്തിയത് ഇവന്റെ കൈ കൊണ്ടാണ്, ഭാര്യന്റെ കൈ കൊണ്ടല്ല. അടക്കറാഹത്തേ ഉള്ളൂ. അങ്ങനെ പെണ്ണിനെ തന്നെ ഒഴിച്ചു കൊടുത്ത് എന്നാ കുട്ടി കിട്ടും. പെണ്ണിന്റെ കൈ കൊണ്ടാണ്, പെണ്ണിന്റെ അവയവം കൊണ്ട്, ഇവന്റെ കൈ കൊണ്ട് തന്നെ ഇവൻ എന്താക്കി ചാടിച്ച് അതാർക്ക് ഒഴിച്ചു കൊടുത്ത്. എന്നാ ഫലിക്കോ ഇല്ലേ? സിനയിൽ കൂടി ഇറങ്ങിയതായ ഒന്നിനോട് ഖിയാസ് തന്നെയാണോ ബന്ധകളി പുറപ്പെടുവിച്ചത് ഇവന്റെ കൈ കൊണ്ട്?
സിന പോലെ തന്നെയല്ലേ ഈ ഹുർമത്തി ഹറാമായ സംഗതിയായതുകൊണ്ട് അല്ലേ? ഔല അല്ല, സിന പോലെയല്ല. അതൊഴിച്ചു കൊടുത്താലും കുഞ്ഞി ജനിക്കും, അതൊഴിച്ചു കൊടുത്താലും ഇരിക്കണം എന്നാണോ? ഹലാലാണോ ഹറാമാണോ എന്നതിൽ ചെറിയ ഖിലാഫൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? കുല്ലു മുഹ്തമൽ വൽ അഖ്റബു വൽ അവ്വലൂൻ. അടുത്തത് മുഹ്തമൽ തന്നെയാണ്, ഹറാമിന്റെ അതേ വിധിയാണ്. എത്രത്തോളം ഇവൻ മനിയെ പുറത്തെടുത്തത് ഗതികേട് കൊണ്ടായാലും ശരി, അതായത് ജിനാനെ ഭയപ്പെട്ടിട്ട്, എന്നാലും ശരി അത് അംഗീകൃത വണ്ടിയല്ല. മുസ്തറായാല് ജിനയിൽ പെട്ടുപോകുമെന്ന് കണ്ടാല് ഇതാക്കണ്ടേ, ഇസ്തിംനാ നടത്തണ്ടേ? ആ സമയത്തുള്ള ഇസ്തിംനാകായാൽ ഇസ്തിംനാ നമ്മൾ എണ്ണീറ്റേയില്ല, ജിനാന്റെ അതേ കൂട്ടത്തിലാണ്. ഏതിനെണ്ണിയത്? അത് ഇതിന്റെ മറുപടിയല്ല, അമ്മാവൈറുൽ മുഹ്തറമിന്റെ എന്തില്ല മലാനസബ യൽഹഖു ബിഹി, അവനിലേക്ക് ചേരാനും എന്തുമില്ല. ജിനയിൽ കൂടി എടുത്താലും കണക്കന്നെ. പിന്നെ ജിനയെ ഭയപ്പെട്ടുകൊണ്ട് ഗതികെട്ട് ഇവന് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് എന്താക്കിയത്. എന്നാലും ഇവിടെ ഇസ്തിംനായി കിട്ടിയ മനിയായിട്ട് കൂട്ടൂല. ഇരിക്കണോ? വേണ്ട. ആരുതായ സംഗതിക്ക് വേണ്ടിയാണ് ഹറാമിൽ നിന്ന് കാലിയായി, അതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. എന്താവും ഇനി? പെണ്ണ് കടത്തുക, മനിയമൻ ഈ മസല നിഹാന്റെ കണക്കിൽ വേണ്ട. പെണ്ണ് കടത്തിപ്പോയി ഒരുത്തന്റെ മനിയനെ സൗജാണ് എന്ന് ഭാവിച്ചിട്ട്, അത് നിഹായക്കാർക്കത് വേണ്ടല്ലോ. കുറ്റകരമായിട്ട് കടത്തിയാലും തീരുന്നുണ്ടല്ല. ഇത് പിന്നെ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയി ഒരു പെണ്ണ് എങ്കിൽ അത് മുഹ്തറമായ ഇസ്തിദ്ഖാലാണ്, മുഹ്തറമല്ലാത്തതല്ല. ഇസ്തിദ്ഖാലിന്റെ നേരത്ത് മുഹ്തറമാകണോ വേണ്ടിയോ എന്ന് ഇബ്നു ഹജറല്ലേ പറയുന്നുള്ളൂ. അവർക്കേ ഈ മസല വേണ്ടു. വസ്തിദ്ഖാലുഹാ മനിയമൻ തദുന്നുഹു സൗജഹാ ഫീഹി ഇദ്ദത്തുൻ വനസുബ്. കാരണം പത്ത് ശുഭത്ത് പോലെ മുഹ്തറമിൽ തന്നെയാണ് അല്ലേ? കഥാ കാല ഇങ്ങനെയാണ് ആര് പറഞ്ഞത്? റഫീമാം. വതസ്ബീഹു ഉദാഹരണപ്പെടുത്തൽ ബിവതീശുഹത്തി അല്ലാഹിറു ഫി അന്നഹു നസല മിൻ സാഹിബിഹി. അവിടെ നിന്ന് മനസ്സിലാകുന്നത് ഭർത്താവിൽ നിന്ന് ഈ മനി ഇറങ്ങി വന്നത് ലാ അലാ വജ്ഹി സിഫാഹി, ഏത് രൂപത്തിലല്ലാതിരിക്കണം. അല്ലെങ്കിൽ ഇൻസാന്റെ നേരത്ത് മാത്രമല്ലാന്ന് വരില്ലേ? ഇറങ്ങി വന്നത് ഇൻസാനിന്റെ നേരത്തെ ഇറങ്ങി വന്നത് വ്യഭിചാരത്തിൽ കൂടിയാ. വത്തശ്ബീഹു കവതീശുഹത്തി എന്നല്ലേ പറഞ്ഞത്. അല്ലാഹിറു ഫീ അന്നഹു നസല മിൻ സാഹിബിഹി, ഇങ്ങനെയുള്ള തശ്ബീഹ്, ആ തശ്ബീഹ് അറിയിക്കുന്നു മനി ഇറങ്ങിയത് സൗജിൽ നിന്ന് ഏത് രൂപത്തിലല്ല ഉറപ്പായില്ലേ? അത് യദ്ഫഉ ഇസ്തിസ്കാലഹു, യദ്ഫഉ തട്ടുന്നു, ഇസ്തിസ്കാലഹു റഫീമാമും നവീമാമും പറഞ്ഞതിന്റെ നേരെയുള്ള സംശയത്തെ ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. എന്ത്? ഇദ്ദയിലും നസബിലും പരിഗണിക്കേണ്ടത് ഓന്റെ തന്നെയല്ലേ, ഓളെ തന്നെ എന്തിന് ഇന്ന് ഒച്ചയാക്കിയിട്ടുണ്ട്. ഓളെ തന്നെ എടുക്കരുത്. അത് ഇവിടെ പറയുന്നത് ഇവനിൽ നിന്നിറങ്ങിയത് ജിനയിൽ കൂടിയല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ സംശയത്തിന് വിലയുണ്ട. ഓളെ സുഖത്തെന്തിന് പരിഗണിച്ചു, ഓന്റെ സുഖത്തല്ലേ പരിഗണിക്കാവൂ എന്ന് ബഹളം വെച്ചത് പോയി. കാരണം ഓന്റെ ഭാഗത്തിൽ നിന്ന് ഹക്കായ രൂപത്തിൽ ഇറങ്ങിയ മനിയായി പറയുന്നത് അല്ലേ? ഇത് സംബന്ധിച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ 7:302-303 വസ്തുൽ കലാമി ഫീദാലിക്ക. ഇതിനെ സംബന്ധിച്ച് വേണ്ടോളം കോരി മറിക്കണ്ടിക്കല് എവിടെയാണ്? 7:302. തജിബു ഇദ്ദത്തുൽ ഫിറാഖി വഅദൽ വത്ഇ വഇൻ തുഖിന വറാത്തുർ റഹ്മി. ഗർഭപാത്രം കാലിയാണെന്ന് പരിപൂർണ്ണ ഉറപ്പുണ്ടെങ്കിലും എന്ത് വേണം? അങ്ങനെ പരിപൂർണ്ണ ഉറപ്പ്
തലാഖിന് ബന്ധിപ്പിച്ചു. ബിഹാ ബറാഅത്തുർ റഹ്മിനോട് ഫൗജിദത്ത് ബറാഅത്തുർ റഹ്ം ഉണ്ടായി. എപ്പോഴാണ് ബറാഅത്തുർ റഹ്ം ഉണ്ടാകുന്നത്? അന്ന് മുതൽക്കാണ് തലാഖ്. അപ്പൊ ഗർഭപാത്രം കാര്യമാണെന്ന് ഉറപ്പില്ലേ? എന്നാൽ തഅബ്ബുദിയായിട്ട് എന്ത് വേണം? അവലിക്കോനിൽ വാത്തി തിഫിലൻ അവിൽ മൗതുഅത്തി തിഫിലത്തൻ ലിഉമൂമി മഫ്ഹൂമി ഖൗലിഹി തആല. അല്ലാഹു പറഞ്ഞതിന്റെ ആ ഉമൂമിന് വേണ്ടി മിൻ ഖബലി അൻ തമസ്സുഹുന്ന, മിൻ ഖബലി അൻ തമസ്സുഹുന്ന അതിന്റെ മഫ്ഹൂം കിട്ടുമോ? എന്താ കിട്ടല്? മിൻ ഖബലി അൻ തമസ്സുഹുന്ന അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. വത്തിന്റെ ശേഷമാണെങ്കിൽ വത്തിന്റെ തഫ്സീർ പറഞ്ഞിട്ടില്ലല്ലോ. മിൻ ഖബലി അൻ തമസ്സുഹുന്ന എന്നല്ലേ? അതിന്റെ മഫ്ഹൂമിന്റെ ഉമൂമൻ മഫ്ഹൂം എന്താ? ശേഷാണെങ്കിൽ വേണം. എങ്ങനെയെന്ന് പറഞ്ഞ അഹ്സാബ് 49 തഅവീലൻ അഭയം പ്രാപിച്ചുകൊണ്ട് മലലി ഇലാജി, ഇലാജില്ലേ ലിദുഹൂരിഹി, ഇലാജല്ലേ ളാഹിറായ സംഗതി. നൂനൽ മനിയി, എങ്ങനെയുള്ള മനി? അൽ മുസബ്ബബി, ആ മനി അൻഹു അല്ലുലൂഖു, അൽ മുസബ്ബബി അൻഹു അല്ലുലൂഖു. ആ മനി ഉണ്ടെങ്കിലേ ഉലൂഖ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് മനിയെ അല്ല പരിഗണിച്ചത്, ഇലാജിനെ. എന്തുകൊണ്ടാ മനിയെ പരിഗണിക്കാതിരുന്നത്? ലിഖഫായിഹി, നമ്മൾ പരിഗണിച്ചത് ഇലാജിനെയാണ്, ലാഹിറായ സംഗതി ആയതുകൊണ്ട്. ദൂനൽ മനിയീൻ അൽ മുസബ്ബബി അൻഹു, ആ മനിയിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് അല്ലുലൂഖ്. എന്നിട്ട് പോലും ഏത് പരിഗണിച്ചില്ല? ലിഖഫായി. ഫഅറദ ശർഉ, മതം പിന്തിരിഞ്ഞു, അൻഹു ഇതിനെ തൊട്ട്, വഖ്തഫ ബിസബബിഹി, അല്ല മുസബ്ബബിനെ തൊട്ട്, വഖ്തഫ ബിസബബിഹി വഹുവൽ വത്ത് ലിദുഖൂലിൽ മനി. കമാ അറദ ശറഅ പിന്തിരിഞ്ഞതുപോലെ അനിൽ മശഖത്തി ഫി സഫരി, സഫറിൽ മശഖത്ത് എന്ന ആ മുസബ്ബബിനെ തൊട്ട് പിന്തിരിഞ്ഞു. കസ്റുൻ ജബരി വഖ്തഫ ഈ സഫർ കൊണ്ട് മാത്രം മതിയാക്കി, മശഖത്ത് പരിഗണിച്ചില്ല. വിട്ടുവീഴ്ച നൽകുന്നിടത്ത് അവിടെ മശഖത്തല്ലേ കാരണം, എന്നിട്ട് മശഖത്താണോ പരിഗണിച്ചത്? സഫർ എന്നത് കേന്ദ്രമാണ്. എന്തിന്റെ? സഫർ എന്നത് കേന്ദ്രം തന്നെയാണ്. എന്തിന്റെ?